ഹലോ എവരിവൺ, നമ്മളടുത്ത് ജെൻസൺസ് ഫോർമുല പറഞ്ഞ ചാപ്റ്ററാണ് നോക്കുന്നത്. ഇഫ് എഫ് ഇസ് അനലിറ്റിക് ഇൻ ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ബി ക്ലോഷർ 0R ആൻഡ് എഫ് ഡസ് നോട്ട് വാനിഷ് ഇൻ ബി ക്ലോഷർ ഓഫ് 0R. അതായത് എഫ് അനലിറ്റിക് ആണ്, ഇവിടെ ബി ഓഫ് ഒ ആർ എന്ന് പറഞ്ഞ ഒ അല്ല 0R കേട്ടോ, 0R എന്ന് പറഞ്ഞാൽ ഒരു ബോളിൽ അതെന്താണ് അനലിറ്റിക് ആണ്. അത് അനലിറ്റിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, എഫ് ഡസ് നോട്ട് വാനിഷ്, ഒരിക്കലും അതെന്താവില്ല, 0 ഇല്ല. ദെൻ ലോഗ് മോഡ് എഫ് ഈസ് ഹാർമോണിക്. ലോഗ് മോഡ് എഫ് എന്ന് പറഞ്ഞാൽ ഹാർമോണിക് ആയിരിക്കും ഈ ഒരു ഓപ്പൺ സെറ്റിൽ. ഹെൻസ് ഇറ്റ് ഹാസ് ദി മീൻ വാല്യൂ പ്രോപ്പർട്ടി. മീൻ വാല്യൂ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് എന്ത് പറയാം, ലോഗ് മോഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു 1/2π ഇൻറ്റഗ്രേഷൻ 0 to 2π ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ മീൻ വാല്യൂ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. മീൻ വാല്യൂ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ലാത്ത ചാപ്റ്ററാണ്. ദെൻ സപ്പോസ് എഫ് എസ് എക്സാക്ട്ലി 10 എ ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ ആൽഫ, സോറി ഐ തീറ്റയാണിത്, ഐ എ ഈക്വൽ ടു ആർ ഇ റേസ് ടു ഐ ആൽഫ തന്നെ കേട്ടോ. ഐ ആൽഫ ഓൺ ദി സർക്കിൾ മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു ആർ. നമ്മൾ എന്ത് ചെയ്യുക, എഫിന് ഒരൊറ്റ 0 ഉള്ളൂ, അതെന്താ എ ആണ്. അതിന് നമ്മൾ ആർ ഇ റേസ് ടു ഐ ആൽഫ എന്ന് വിളിക്കുക. ഓൺ ദി സർക്കിൾ എവിടെ മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു ആറിൽ ആ സർക്കിളിൽ ആകെ ഒറ്റ 0 ഉള്ളൂ. ഇഫ് ജി ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് ഇൻറ്റു സെഡ് മൈനസ് എ റേസ് ടു -1. ജി ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ എടുക്കുന്നത് എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് എ എന്നാണ്. ദെൻ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് മാറും, ഈ ഒരു ഇക്വേഷൻ ഈ ജി ഓഫ് സെറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ജി ഓഫ് സെറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ലോഗ് ജി മോഡുലസ് ഓഫ് ജി ഓഫ് 0 ഈക്വൽ ടു 1/2π ഇൻറ്റഗ്രേഷൻ 0 to 2π ലോഗ് മോഡുലസ് ഓഫ് എഫ് ഇ ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്നാണ്. ഇവിടെ ജി ഓഫ് സെറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ലോഗ് മോഡുലസ് ഓഫ് എഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ലോഗ് മോഡുലസ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ആർ ഇ റേസ് ടു ഐ ആൽഫ ഡി തീറ്റ എന്ന് വരും. അതായത് ഇവിടെ എഫ് ഓഫ് സെഡിന് ലോഗ് കൊടുത്തു, ഇവിടെ എന്ത് വരും, ലോഗ് ഓഫ് ജി ഓഫ് സെഡ് ഈക്വൽ ടു ലോഗ് എഫ് ഓഫ് സെഡ്. ഇവിടെ സെഡ് മൈനസ് എ റേസ് ടു -1 ആണ്. സോ ലോഗ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ലോഗ് ഓഫ് സെഡ് മൈനസ് എ എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് ഓഫ്, അവിടെ നമ്മൾ ആ ഒരു 1.1 യൂസ് ചെയ്യുന്നതുകൊണ്ട് ലോഗ് എഫ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ലോഗ് ഓഫ് സെഡ് മൈനസ് ലോഗ് ഓഫ് എ എന്ന് വരും. സെഡിൻ്റെ എന്താണ്, സെഡ് പറഞ്ഞാൽ സർക്കിളാണ്. സോ എന്ത് വരും, ആർ ഇ റേസ് ടു ഐ തീറ്റയാണ് വരിക. പിന്നെ എ എന്ന് പറഞ്ഞതിൻ്റെ 0 എന്ന് പറഞ്ഞത് ആർ ഇ റേസ് ടു ഐ ആൽഫയാണ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡി തീറ്റ. സിൻസ് ലോഗ് ജി ഓഫ് 0 ഈക്വൽ ടു ലോഗ് എഫ് ഓഫ് 0 മൈനസ് ലോഗ് ആർ ആണ് വരിക. അങ്ങനെ മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആൻസർ വരിക, 1 ആണ് ആൻസർ വരിക. സോ എഫ് മോഡുലസ് ലോഗ് ഓഫ് എഫ് ഓഫ് 0 മൈനസ് ലോഗ് ആർ എന്ന് വരും. സോറി, ഇവിടെ ഇ റേസ് ടു ഐ ആൽഫയുടെ കേസിൽ വരില്ല, കാരണം അത് ഐ ആൽഫ എന്ന് പറഞ്ഞത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണില്ല, കാരണം ഇവിടെ ഡി തീറ്റയിലാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ആൽഫ കോൺസ്റ്റൻ്റ് ആണ്. സോ ഈ ഒരു വാല്യൂ നമുക്ക് 0 ആയിട്ട് പോകും. ഇവിടെ ആർ ഇ റേസ് ടു ഐ തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 മൈനസ് ലോഗ് ആർ. ഇറ്റ് വിൽ ഫോളോ ദാറ്റ് 1.1 റിമെയിൻസ് വാലിഡ് where f has a single 0 on modulus of z equal to r if it can be shown that. അതായത് ഈ ഒരു ഇക്വേഷൻ 1.1 എന്ന് പറഞ്ഞാൽ ഈ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0ൻ്റെ ഇക്വേഷൻ ഒരൊറ്റ 0 എക്സാക്ട്ലി 1 ഉള്ളപ്പോഴും ഈ ഒരു ഇക്വേഷൻ എന്താണ്, വാലിഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ടു ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 മൈനസ് ലോഗ് ആർ എന്നാണ്. അപ്പോൾ ഈ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ അല്ലേ, ഈ ഒരു ഇക്വേഷൻ മൈനസ് ലോഗ് ആർ ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഈ ലോഗ് ആർ നമ്മൾ അപ്പുറത്തേക്ക് എടുത്തു. സോ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 ഈക്വൽ ടു ലോഗ് ആർ എന്ന് വന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ ലോഗ് മോഡുലസ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ആർ ഇ റേസ് ടു ഐ ആൽഫയിൽ നമ്മൾ ആറിനെ കോമൺ ആയിട്ട് പുറത്തെടുത്ത് നമുക്ക് എന്ത് വരും, ലോഗ് ആർ ഇൻറ്റു ലോഗ് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു ഐ ആൽഫ എന്ന് വരും. മോഡുലസ് ഉണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇപ്പം എന്താ വരിക, ലോഗ് ആർ, ഇതിവിടെ ഇൻറ്റു അല്ലേ വരുന്നത്. സോ ലോഗ് ആർ പ്ലസ് ലോഗ് ആർ ഇൻറ്റു എന്ന് തൊട്ട് വരുന്നു. സോറി, നമ്മൾ എഴുതുമ്പോൾ ലോഗ് ആർ ഇൻറ്റു ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു ഐ ആൽഫ എന്ന് വരും. സോ ഇവിടെ ലോഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി നമുക്ക് എഴുതാം. സോ നമ്മളതിനെ ലോഗ് ആർ പ്ലസ് ജസ്റ്റ് വേറെ പേജ് എടുത്ത് എഴുതാം. ലോഗ്
ലോഗ് ആർ പ്ലസ് ഇവിടെ 1/2π ഉണ്ട് കേട്ടോ. 1/2π ഇൻ്റഗ്രേഷൻ 0 to 2π ലോഗ് ആർ ഡി തീറ്റ പ്ലസ് ഇൻ്റഗ്രേഷൻ 1/2π 0 to 2π ലോഗ് ഓഫ് മോഡുലസ് ഓഫ് ഇ റേസ് ടു ഐ തീറ്റ മൈനസ് ഇ റേസ് ടു ഐ ആൽഫ ഡി തീറ്റ എന്ന് എഴുതി. ഓക്കെ, ദെൻ ഇതിൻ്റെ വാല്യൂ എന്തായിട്ട് മാറും? 1/2π ലോഗ് ആർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ ഡി തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തീറ്റ എന്ന് വരും. തീറ്റയ്ക്ക് വാല്യൂ കൊടുക്കുമ്പോൾ 0 to 2π 2π മൈനസ് 0, സോ 2π ലോഗ് ആർ എന്ന് വരും. സോ 2πയും ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടെ 1/2π, അപ്പോൾ നമുക്ക് എന്ത് വരും? ഇവിടെ ഇപ്പോൾ 2π എന്ന് വന്നില്ലേ, ഇവിടെ ലോഗ് ആർ വന്നു. ഈ ലോഗ് ആർ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. എവിടെ? ഇവിടെ ഒരു ലോഗ് ആർ ഉണ്ടല്ലോ, ആ ലോഗ് ആറും അതേപോലെ ഈ ലോഗ് ആറും തമ്മിൽ എന്താവും? ക്യാൻസൽ ചെയ്ത് പോയിട്ട് ഇവിടെ ഈ സൈഡിൽ 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ഒരു 1/2π ഉണ്ട്. ഈ 2π നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ചെയ്യുക, 0 ഇൻറ്റു ചെയ്യുമ്പോൾ അതും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ബാക്കി വരെ ഇൻ്റഗ്രേഷൻ 0 to 2π ലോഗ് ഓഫ് മോഡുലസ് ഓഫ് 1 മൈനസ് ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്നാണ് വരിക. ബട്ട് ദിസ് ഫോളോസ് ഫ്രം ദി ഫാക്ട് ദാറ്റ് ഇൻ്റഗ്രേഷൻ 0 to 2π ലോഗ് സൈൻ സ്ക്വയർ 2 തീറ്റ ഡി തീറ്റ എന്ന് വരും. അത് ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്. കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ് നമ്മളുടെ എന്ത്? ഇ റേസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ 1 മൈനസ് കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ദെൻ ലോഗ് സൈൻ സ്ക്വയർ 2 തീറ്റ ഡി തീറ്റ എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 4π ലോഗ് 2 ആണ് ശരിക്കുള്ള ഇതിൻ്റെ വാല്യൂ. മൈനസ് 4π ലോഗ് 2 എന്നാണ് ഇതിൻ്റെ ശരിക്കുള്ള വാല്യൂ. ബട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഇൻ്റഗ്രേഷൻ 0 to 2π ലോഗ് മോഡുലസ് ഓഫ് 1 മൈനസ് ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണെന്നാണ് കിട്ടിയത്. ഓക്കെ, ജസ്റ്റ് ഒരു റിവൈൻഡ് പോലെ റീകോൾ പോലെ പറയണേ ഉള്ളൂ. അടുത്ത ജെൻസൺസ് ഫോർമുല പറഞ്ഞാൽ ലെറ്റ് എഫ് ബി ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ഓൺ എ റീജിയൻ കണ്ടെയ്നിങ് ബി ഓഫ് 0 ആർ and suppose that a1, a2, etc. an are the zeros of f in b0 are repeated according to multiplicity. If f of 0 not equal to 0, then log modulus of f of 0 equal to minus sigma k equal to 1 to n log of r divided modulus of ak plus 1/2π integration 0 to 2π log modulus of f of r e raised to I theta d theta. f എന്ന് പറഞ്ഞൊരു അനലിറ്റിക് ഫംഗ്ഷൻ ആണ് ഓൺ റീജിയൻ കണ്ടെയ്നിങ് ബി ഓഫ് 0 ആർ ആൻഡ് സപ്പോസ് ദാറ്റ് a1, a2, etc. a എന്ന് പറഞ്ഞത് എഫിലെ സീറോസ് ആണ് ഇൻ ബി ഓഫ് 0 ആറിൽ. അതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. അപ്പം മൾട്ടിപ്ലിസിറ്റീനെ ബേസ് ചെയ്തിട്ട്. ഇഫ് എഫ് ഓഫ് 0 ഈസ് നോട്ട് ഈക്വൽ ടു 0, എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ല, ഒരിക്കലും അത് എന്തായില്ല, വാനിഷ് ചെയ്യില്ല. ദെൻ അങ്ങനെയാണെങ്കിൽ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ജെൻസൺസ് ഫോർമുലയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പ്രൂഫ് നോക്കാം. ഇഫ് മോഡുലസ് ഓഫ് ബി ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് then the map z minus b into 1 minus b closure z is z inverse. അതായത് z നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, z minus b ഡിവൈഡഡ് 1 minus b closure z എന്ന് എടുത്തു. ടേക്സ് ദി ഡിസ്ക് b of 01 എന്ന് പറഞ്ഞ ഡിസ്ക് എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓൺ ടു ഇറ്റ് സെൽഫ് ആൻഡ് മാപ്സ് ദി ബൗണ്ടറി ഓൺ ടു ഇറ്റ് സെൽഫ്. അതായത് ഈ ഡിസ്കിൽ നിന്ന് അതിൻ്റെ ബൗണ്ടറിയിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മാപ്പിംഗ് ഡിഫൈൻ ചെയ്യുന്നത്. ഹെൻസ് ആർ സ്ക്വയർ ഇൻറ്റു സെഡ് മൈനസ് എ കെ ബൈ ആർ സ്ക്വയർ മൈനസ് എ കെ ക്ലോഷർ സെഡ് മാപ്സ് ബി ഓഫ് 0 ആർ ഓൺ ടു ഇറ്റ് സെൽഫ് ആൻഡ് ടേക്ക് ദി ബൗണ്ടറി ടു ദി ബൗണ്ടറി. അതായത് ബൗണ്ടറിയിൽ നിന്ന് ബൗണ്ടറിയിലേക്ക് മാപ്പ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വേറൊരു ഫംഗ്ഷനും എടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് പ്രോഡക്റ്റ് കെ ഈക്വൽ ടു 1 to n ആർ സ്ക്വയർ മൈനസ് എ കെ ക്ലോഷർ സെഡ് ബൈ ആർ ഇൻറ്റു സെഡ് മൈനസ് എ കെ എന്ന് എഴുതാം. ഇസ് അനലറ്റിക് ഇൻ ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ബി ക്ലോഷർ ഓഫ് 0 ആർ ഹാസ് നോ സീറോസ് ഇൻ ബി ഓഫ് 0 ആർ ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ്. അതായത് എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. അതായത് ഒരു സ്മോൾ ലെറ്റർ എഫ് അനലറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഇൻറ്റു പ്രോഡക്റ്റ് കെ ഈക്വൽ ടു 1 to n ആർ സ്ക്വയർ. ഈ ഇതിൻ്റെ ആർ സ്ക്വയർ മൈനസ് എ കെ ബാർ സെറ്റ് ഡിവൈഡഡ് ആർ ഇൻറ്റു സെഡ് മൈനസ് എ കെ. അത് ഇങ്ങനൊരു ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അത് അനലറ്റിക് ആണ്. ഇൻ ആൻ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ബി ക്ലോഷർ ഓഫ് 0 ആർ ഹാസ് നോ സീറോസ് ഇൻ ബി ഓഫ് 0 ആർ. അതിലെന്തില്ല? അതിൻ്റെ ഓപ്പൺ സെറ്റ് അനലറ്റിക് ആണ്. എവിടെ? ബി ക്ലോഷർ 0 ആറിൽ അനലറ്റിക് ആണ്. ബട്ട് എവിടെ സീറോസ് ഇല്ല? ബി ഓഫ് 0 ആറിൽ സീറോസ് ഇല്ല. ആൻഡ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് ഫോർ മോഡുലസ് ഓഫ് സെഡ് ഈക്വൽ ടു ആർ. ഇവിടുത്തെ മോഡുലസ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ആർ ആവുമ്പോൾ നമുക്ക് എന്ത് പറയാം? ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് സെഡ് പറയാം. സോ 1.1 അപ്ലൈസ് ടു എഫ് ടു ഗീവ് ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് 0 ഈക്വൽ ടു 1/2π ഇൻ്റഗ്രേഷൻ 0 to π ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ എന്നാണ്. സോ നമുക്കിവിടെ എന്ത് അറിയാം?
ഈ എഫ് ഓഫ് സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. ദെൻ എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ലെറ്റർ എഫ് ഓഫ് സീറോ പ്രൊഡക്റ്റ് കെ ഈക്വൽ ടു 1 to n. അത് സെഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൈനസ് ആർ ബൈ എ കെ. സോ ദാറ്റ് ജെൻസൺസ് ഫോർമുല എന്നാണ് പറഞ്ഞത്. ഇതാണ് നമ്മുടെ ജെൻസൺസ് ഫോർമുല. അതായത് ഇത്രയും ലോഗ് എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ലോഗ് എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതാണ്. ഓക്കെ, പ്ലസ് ഈ ഒരു എഫ് ഓഫ് സീറോയും കൂടി പ്ലസ് ചെയ്താൽ നമുക്ക് എന്തായി മാറി, നമ്മളുടെ സ്മോൾ ലെറ്റർ ലോഗ് എഫ് ഓഫ് സീറോ ആയിട്ട് മാറി. കാരണം സ്മോൾ ലെറ്റർ ലോഗ് എഫ് ഓഫ് സീറോ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഇതാ മൈനസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ലോഗ് ഓഫ് ആർ ബൈ മോഡുലസ് ഓഫ് എ കെ പ്ലസ് 1/2 പൈ ഇൻറ്റഗ്രേഷൻ 0 to 2 പൈ ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Then next Poisson's Jensen's formula. Let F be analytic in a region which contains B closure of 0 R, and let A1, A2, etc. A and B the zeros of F in B of 0 are repeated according to multiplicity if modulus of Z less than R and F of Z not equal to 0 then. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ എഫ് അനലറ്റിക് ആണ് ഇന്ന റീജിയനിൽ റിപ്പീറ്റഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. പോയിസൺസ് ജെൻസൺസ് ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം ആ ഇക്വേഷനിൽ വരുന്ന വ്യത്യാസമേ ഉള്ളൂ. കാരണം ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് സിഗ്മ കെ ഈക്വൽ ടു 1 to n ലോഗ് മോഡുലസ് ഓഫ് ആർ സ്ക്വയർ മൈനസ് എ കെ സെഡ് സ്ക്വയർ എ കെ ക്ലോഷർ സെഡ് ഡിവൈഡഡ് ആർ ഇൻറ്റു സെഡ് മൈനസ് എ കെ പ്ലസ് 1/2 പൈ ഇൻറ്റഗ്രേഷൻ 0 to 2 പൈ റിയൽ പാർട്ട് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ പ്ലസ് സെഡ് ഡിവൈഡഡ് ആർ ഇ റേസ് ടു ഐ തീറ്റ മൈനസ് സെഡ് ലോഗ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ആർ ഇ റേസ് ടു ഐ തീറ്റ ഡി തീറ്റ ആണ്. അത്രേ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൂഫൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് പോയിസൺ ജെൻസൺ ഫോർമുല എന്താണ് ആ ഒരു തിയറി നിങ്ങൾ പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. അതേപോലെ ജെൻസൺസ് ഫോർമുലയുടെ